ഈ കാലാവസ്ഥ പ്രതികൂലം എന്ന് പറയുമ്പോൾ അവിടെ മഴ കാണുന്നില്ല, കാറ്റാണോ, വിസിബിലിറ്റി പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ആളെ, എയർലിഫ്റ്റ് ചെയ്തയാളെ ചൂരൽമലയിലല്ലാതെ വേറെ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലേ? ഈ ഹെലികോപ്റ്റർ അവിടേക്കാണ് എത്തിക്കാൻ പറ്റുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ മറ്റു 2 പേരെ എവിടേക്ക് മാറ്റും? അതും എയർലിഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സമയമെടുക്കുമെന്നുള്ളതാണോ? സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ നേരത്തെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ മാറി, മേഘാവൃതമാണ്, ചാറ്റൽ മഴയുണ്ട്. ദുരന്ത മേഖലയാകെ സൂചിപ്പാറയിൽ ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തമായ മഴ ആയിരിക്കാം. വിസിബിലിറ്റി വളരെ കുറവാണ്, കാഴ്ച കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചോപ്പറിൽ നിന്നും അവരെ എയർലിഫ്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. പക്ഷേ പരിക്കേറ്റയാളെ കാൽനടയായി ഒരു തരത്തിലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതെ പരിക്കേറ്റ ഒരു വ്യക്തിയുണ്ട്. അയാളെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ മേഘാവൃതമാണ് ചൂരൽമല. ഇവിടെ മുകളിൽ ആകെ മേഘം ഉണ്ട്, കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തമല്ല, ചാറ്റൽ മഴ മാത്രമാണെങ്കിൽ പോലും ഈ ചോപ്പർ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു കാലാവസ്ഥയില്ല. കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ചോപ്പർ എത്താൻ വൈകുന്നത്. പക്ഷേ അവർ സുരക്ഷിതരാണ്. പ്രാഥമിക ചികിത്സ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ മെഡിക്കൽ ടീം നൽകി കഴിഞ്ഞു. മറ്റു 2 പേർ അവരെ കൂടെ രക്ഷപ്പെടുത്തും. അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനയാണ്, തീരുമാനമാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ സമാന്തരമായ മറ്റൊരു മാർഗത്തിലൂടെ അവർ ഈ 2 പേരെയും, അവിടെ കുടുങ്ങിപ്പോയ ഈ തദ്ദേശീയരായ രക്ഷാപ്രവർത്തകരെ 2 പേരെയും സുരക്ഷിതരായി ചൂരൽമലയിലേക്ക് എത്തിക്കും. ഹെലികോപ്റ്ററിന് ഈ സൂചിപ്പാറയിൽ പോയി ഒരാളെ എയർലിഫ്റ്റ് ചെയ്തു, പക്ഷേ ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവിടെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ആകാശം മേഘാവൃതമായിരിക്കുന്നു. ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, പക്ഷേ അതൊരു തടസ്സമായി നിൽക്കുകയാണ്. ദീപക്, അവിടെ നിന്ന് കിട്ടുന്ന വിവരം എന്താണ്? മറ്റ് 2 പേർ, അവർക്ക് പരിക്കൊന്നുമില്ലല്ലോ, അവർക്കൊപ്പം അവിടെ ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും ഒക്കെ സംഘം ആ മേഖലയിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇവരെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ ഒരാളെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സൂചിപ്പാറയുടെ ഗേറ്റിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്. അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും ചെങ്കുത്തായിട്ടുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നതും അവരെ എളുപ്പത്തിൽ അവിടെ നിന്നും പിക്ക് ചെയ്ത് വരിക എന്ന് പറയുന്നതും സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇനിയിപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ലിഫ്റ്റിംഗ് ആണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഈ ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് അവിടേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നതിൽ പരിമിതികളുണ്ട്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ആളെ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ശ്രമത്തിലേക്ക് കോസ്റ്റ് ഗാർഡ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൂടുതൽ ഫോറസ്റ്റ് സംഘം ഇവിടെ നിന്നും ഈ മേഖലയിലേക്ക് തിരിക്കുമെന്നുള്ളതാണ്. അതായത് ഈ 2 ആളുകളെ കൂടി അവിടെ നിന്നും രക്ഷപ്പെടുത്തി അവരെ വനത്തിനകത്തു കൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളാണ് നടത്തുന്നത്. അത്തരത്തിൽ വലിയ പരിക്കുകളില്ലാത്ത ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല അറിയുന്ന സംഘത്തെ കൂടി ആ പ്രദേശത്തേക്ക് വിന്യസിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സംഘം ഇതിനോടകം കൺട്രോൾ റൂമിൻ്റെ പരിസരത്തേക്ക് എത്തി എന്നുള്ള വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 പേരെ കൂടി എളുപ്പത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്താനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ടുള്ള ഏരിയയാണ്. അവിടേക്ക് അത്തരത്തിൽ പരിശോധനകൾ എത്തിയിരുന്നില്ല. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും സംഘം ആ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്താമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് പോലും വളരെ ശ്രമകരമാണ്, വളരെ ദുഷ്കരമായ ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു ചെറിയ ടീമാണ് ആ മേഖല കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കാര്യക്ഷമതയുള്ള അംഗങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള ടീം തന്നെയാണ് ആ മേഖലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ സംഘത്തിന് പോലും എളുപ്പത്തിൽ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ഇനിയിപ്പോൾ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ വടം കെട്ടിയടക്കം ആ മേഖലയിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകളും അവർ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ ജലത്തിൻ്റെ അളവ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. വലിയ വെള്ളച്ചാട്ടമായി അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഒരു ഫോറസ്റ്ററുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മേഖലയിലേക്ക് ആരെങ്കിലും എത്തിച്ചേർന്നാൽ അത്രത്തോളം സുന്ദരമായ ഒരിടമാണ്, പക്ഷേ അത്രത്തോളം വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുന്ന ഇടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിത്തട്ടിലേക്ക് ആരും അങ്ങനെ പോകാറില്ല, അവിടേക്ക് ആരും തന്നെ പ്രവേശിക്കാറുമില്ല. പിന്നെ എങ്ങനെ ഇവർ ആ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി എത്തി എന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അത്തരത്തിൽ ചില സൂചനകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പക്ഷേ വഴി അറിയാതെ ആയിരുന്നിരിക്കണം ആ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ പിന്നീട് അവിടെ നിന്നും തിരികെ എത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വിപുലമായി തന്നെ നടക്കുന്നു എന്ന് പറയാം. ഒരുപക്ഷേ സാധ്യമാവുകയാണെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ സംഘം തന്നെ അത്തരത്തിൽ വീണ്ടും ഒരു എയർലിഫ്റ്റ് നടത്താനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. പാറകളാണ് അവിടെ. ഇപ്പോൾ ശക്തമായ മഴയുമുണ്ട്. ഇപ്പോൾ സൂചിപ്പാറയിൽ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ മാറി മറിയുകയാണ്. ഇപ്പോൾ ആരെയും എയർലിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. റോഷിപാൽ, എന്താണ് പുതിയ വിവരം? ഓക്കെ സ്മൃതി, ഏറ്റവും പുതിയ വിവരം കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ 3 പേരെ അവർ കണ്ടെത്തുകയും അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി എയർലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ബിപിൻ, ദൃശ്യങ്ങൾ ഈ കാണുന്ന അകലെ കാണുന്ന ആ മല, അത് അവിടെയാണ് സൂചിപ്പാറ. അവിടെ മൂടൽ മഞ്ഞും മഴയുമുണ്ട്. അവിടെ ഒരു കാരണവശാലും ചോപ്പറിന് അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ചോപ്പറിന് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവിടെയുമായി ആശയവിനിമയം നടത്തുന്നതിനും ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്, കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ. പക്ഷേ ഈ 3 പേരും സുരക്ഷിതരാണ്. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ ടീം അവിടെ ഉണ്ട്, അവർക്കൊപ്പമുണ്ട്. അവർക്ക് വേണ്ട ആവശ്യമായ പ്രാഥമിക ചികിത്സ, ഭക്ഷണം ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ എയർലിഫ്റ്റ് ചെയ്യാൻ സാങ്കേതികമായ വലിയ തടസ്സമുണ്ട്. കാരണം കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറി മറിയുന്നു. ഇപ്പോൾ അവിടെ ആകെ മൂടൽ മഞ്ഞുണ്ട്, അതിനൊപ്പം തന്നെ അവിടെ മഴയുമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും അവർ സുരക്ഷിതമാണ്, അത് നമ്മൾക്ക് ആശ്വാസമാണ്. പക്ഷേ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിലവിൽ എന്നത് മാത്രമാണ്. നേരത്തെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, ആ ഘട്ടത്തിലായിരുന്നു എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചോപ്പർ കൊണ്ടുവരാൻ തീരുമാനമെടുക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി. ഈ ചൂരൽ മല, ഒപ്പം ഇതിൻ്റെ അപ്പുറത്ത് മുണ്ടക്കൈ അടക്കമുള്ള ഈ ദുരന്ത മേഖല ആകെ കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യം, ഒപ്പം ഈ കോട മഞ്ഞുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിൽ ഒരാൾക്ക് പരിക്കുണ്ട്. ഈ 3 പേർ അവർ ആരാണെന്ന് വ്യക്തമല്ല. കാരണം ആശയവിനിമയം ഇപ്പോൾ നടക്കുന്നില്ല. നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുന്നുണ്ട്. അവർ മിസ്സായി ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനത്തിനെത്തി കാണാതായ 3 പേരാണോ എന്ന ഒരു സംശയമുണ്ട്. അതിൽ വ്യക്തത വരണം. ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ടീമുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കൊച്ചി യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് ഈ സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റ് ഗാർഡ്. പക്ഷേ അല്പം മുമ്പ് ഈ ആശയവിനിമയം, ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കാരണം അവിടെ മഴ ശക്തമായി, അതിന് പുറമെ അവിടെ മൂടൽ മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവർക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്യാനായി ചോപ്പറിന് ഇപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അല്പസമയത്തിനകം കാലാവസ്ഥ മാറുമെന്ന പ്രതീക്ഷയിലാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. മറ്റ് മാർഗങ്ങൾ തേടുന്നുണ്ട്, മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. സൂചിപ്പാറയിൽ കുടുങ്ങിയ ആ രക്ഷാപ്രവർത്തനത്തിനെത്തി സൂചിപ്പാറയിൽ കുടുങ്ങിയ ആ 3 പേർ, അതിലൊരാൾക്ക് പരിക്കുണ്ട്. അത് ആരാണെന്ന് അത് വ്യക്തമാകണം, അത് സ്ഥിരീകരിക്കണം ആരാണെന്ന്. പക്ഷേ ഇവർ 3 പേരും സുരക്ഷിതരാണെന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിക്കഴിഞ്ഞുവെന്നും കോസ്റ്റ് ഗാർഡ് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബിബിൻ, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ നൽകുന്ന ആ ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ കാണാം. മലയിൽ മഞ്ഞു മൂടിയിരിക്കുന്നു, ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള വിവരം.